പുരാതന ഗ്രീസിലെ ഏറ്റവും വലിയ കെട്ടിടമായിരുന്ന എഗായ് കൊട്ടാരം പുനരുദ്ധാരണത്തിന് ശേഷം തുറന്നു നൽകിയിരിക്കുകയാണ്. ലോകം കീഴടക്കിയ അലക്സാണ്ടർ ചക്രവർത്തി നേരത്തെ മാസിഡോണിയയിലെ രാജാവായതടക്കം ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച കൊട്ടാരമാണിത്. ഏകദേശം 183 കോടി രൂപ ചെലവിൽ 16 വർഷം കൊണ്ടാണ് കൊട്ടാരം നവീകരിച്ചത്. 2300 വർഷങ്ങൾക്ക് മുമ്പ് അലക്സാണ്ടറുടെ പിതാവ് രണ്ടാം ഫിലിപ്പ് രാജാവിൻ്റെ കാലത്താണ് എഗായ് കൊട്ടാരം നിർമ്മിച്ചത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച കൊട്ടാരം വടക്കൻ ഗ്രീസിലെ തെസലോനിക്കി നഗരത്തിനടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. പാശ്ചാത്യ നാഗരികതയുടെ തുടക്കം ഗ്രീസിൽ നിന്നായിരുന്നു. പുരാതന ഗ്രീക്ക് കല മനുഷ്യൻ്റെ സർഗാത്മകതയുടെയും നവീകരണത്തിൻ്റെയും സൗന്ദര്യാത്മകതയെക്കുറിച്ചുമുള്ള ആഴത്തിലുള്ള സാക്ഷ്യമായി ഇന്നും നിലകൊള്ളുന്ന ഒന്നാണ്. വിശാലമായ ക്യാൻവാസിൽ വ്യാപിച്ചു കിടക്കുന്ന ഗ്രീക്ക് കല വൈവിധ്യമാർന്ന കാലഘട്ടങ്ങളിലൂടെ ഇന്നത്തെ മനുഷ്യരെ കൊണ്ടുപോകുന്ന ഒന്നുമാണ്. പോയ കാലത്തിൻ്റെ സാംസ്കാരികവും സാമൂഹികവും രാഷ്ട്രീയവും പ്രതിഫലിപ്പിക്കുന്ന ശൈലികൾ അടയാളപ്പെടുത്തുക കൂടി ചെയ്താണ് അവ മടങ്ങിയത്. അത്തരം നിരവധി കെട്ടിടങ്ങൾ ഇന്നും അവശേഷിക്കുന്നുണ്ട്. 2170 വർഷങ്ങളായി ആരാലും ശ്രദ്ധിക്കപ്പെടാതെ തകർന്നു കിടക്കുന്ന, അതേസമയം സമാനതകളില്ലാത്ത സൗന്ദര്യത്തിൻ്റെ മൂർത്തിഭാവവുമായ കൊട്ടാരമാണ് ഇപ്പോൾ തുറന്നു നൽകിയിരിക്കുന്നത്. വാസ്തുവിദ്യയുടെ പൂർണ്ണത എന്നറിയപ്പെടുന്ന പാർത്തനോണിനേക്കാൾ 3 ഇരട്ടി വലിപ്പമുള്ള ഗ്രീക്കിൻ്റെ പുരാതന സുവർണ കാലഘട്ടത്തിൻ്റെ പ്രതീകമായിരുന്നു പാലസ് ഓഫ് ഐഗയ് കൊട്ടാരം. സന്ദർശകർക്കായി തുറന്നുകൊടുത്തതോടെ നിരവധി പേർ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പുരാതന മാസിഡോണിയയിലെ രാജാവായ ഫിലിപ്പ് രണ്ടാമൻ കൊല്ലപ്പെട്ടതും അദ്ദേഹത്തിൻ്റെ മകനായ 20 വയസ്സുകാരൻ അലക്സാണ്ടർ രാജാവായി പ്രഖ്യാപിക്കപ്പെട്ടതും ലോകം കീഴടക്കുവാനുള്ള യാത്രയുടെ തുടക്കവുമെല്ലാം ഇവിടെ നിന്നായിരുന്നു. 200 വർഷങ്ങൾക്കിപ്പുറം റോമൻ ആക്രമണകാരികളുടെ കൈകളാൽ വംശനാശം നേരിട്ടതിനു ശേഷം ആദ്യമായി ക്ലാസിക്കൽ ഗ്രീക്ക് കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ കെട്ടിടമായ പാലസ് ഓഫ് ഐഗയ് 16 വർഷത്തെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയാണ് പഴയ പ്രതാപം തിരിച്ചുപിടിച്ച് സന്ദർശകർക്കായി തുറന്നു നൽകിയിരിക്കുന്നത്. തുറമുഖ നഗരമായ തെസലോനിക്കയിൽ നിന്ന് 1 മണിക്കൂർ യാത്ര ചെയ്തു വേണം പാലസ് ഓഫ് ഐഗയിലെത്താൻ. ഗ്രീസിൻ്റെ പ്രധാനമന്ത്രി കിറിയാക്കോസ് മിറ്റ്സോട്ടസിനെ സംബന്ധിച്ചിടത്തോളം പാലസ് ഓഫ് ഐഗയുടെ ഉദ്ഘാടനം വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നായിരുന്നു. ഇത്തരം സ്മാരകങ്ങൾ അതിരുകൾക്കപ്പുറം ഗ്രീസിൻ്റെ മഹിമയും പ്രതാപവും വർദ്ധിപ്പിക്കുന്ന ഒന്നാണെന്നും ഇത്തരം അമൂല്യവുമായ സാംസ്കാരിക പൈതൃകത്തിൻ്റെ സംരക്ഷണമെന്ന നിലയിൽ നാം ഓരോരുത്തരും അതിൻ്റെ യശസ്സിനെ ഉയർത്തിപ്പിടിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണമെന്നായിരുന്നു പ്രധാനമന്ത്രി ഉദ്ഘാടന വേളയിൽ ഗ്രീസിലെ ജനക്കൂട്ടത്തോട് ആഹ്വാനം ചെയ്തത്. 2007 ആദ്യമായി പാലസ് ഓഫ് ഐഗയുടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. വളരെ സങ്കീർണമായ ജോലിയായിരുന്നു എന്നും ഏറെ വെല്ലുവിളികളെ അതിജീവിച്ചാണ് പാലസ് ഓഫ് ഐഗയുടെ എന്ന സമസ്യയെ ഇന്ന് കാണുന്ന രീതിയിലാക്കിയതെന്നും പൂർണ്ണ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മേൽനോട്ടം വഹിച്ച പുരാവസ്തു ഗവേഷകരായ ആംഗലിക്കി കെറ്റാഡിഡി പറയുന്നുണ്ട്. പാലസ് ഓഫ് ഐഗയുടെ ആദ്യഘട്ടത്തിൽ ഞങ്ങളെ അഭിമുഖീകരിച്ചത് 10,000 ചിന്നിച്ചിതറിക്കിടക്കുന്ന വാസ്തുവിദ്യയുടെയും പൂർത്തീകരണമായ കലാസൃഷ്ടിയുടെയും അവശിഷ്ടങ്ങളായിരുന്നു. കോളം ബേസുകളുടെയും ക്യാപിറ്റലുകളുടെയും മുകൾനിരയുടെ ഭാഗങ്ങൾ, വാസ്തുശില്പങ്ങൾ, മേൽക്കൂരയുടെ ഭാഗങ്ങൾ എന്നിവയാണത്. ഇവയെല്ലാം പുനർനിർമ്മിക്കുന്നതിന് 20 മില്യൺ യൂറോയോളം വരുന്ന ധനസഹായമുള്ള പദ്ധതിയായിരുന്നു സർക്കാർ ഞങ്ങൾക്ക് മുമ്പിൽ വെച്ചത്. പദ്ധതിയുടെ ആദ്യം മുതൽ തന്നെ നിർമ്മാണം എങ്ങനെയായിരിക്കണം എന്ന രൂപരേഖ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നീട് അതനുസരിച്ച് ഭാഗങ്ങൾ ഒരുമിച്ച് ചേർക്കുകയെന്നത് എന്നെ സംബന്ധിച്ച് തികച്ചും ആവേശഭരിതമായ ഒന്നായിരുന്നു. പൂർത്തീകരിച്ച നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഞാൻ അതീവ സന്തുഷ്ടയാണ്. ആംഗലിക്കി കെറ്റാഡിഡിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. ഇത് വെറുമൊരു കൊട്ടാരം മാത്രമായിരുന്നില്ല, മാസിഡോണിയയിലെ രാജകീയ പ്രൗഢിയുടെ മകുടമായിരുന്നു അത്. പൂർണ്ണമായ ഒരു സംസ്ഥാനത്തിൻ്റെ പ്രതിഫലനമാണ് പാലസ് ഓഫ് ഐഗയ്. ഒരു കണ്ടുപിടുത്തമെന്ന നിലയിലും വാസ്തുവിദ്യയുടെ മികവിലും മിഴിവിലും ഇതിനോട് കിടപിടിക്കാൻ മറ്റൊരു കെട്ടിടം ഉണ്ടായിട്ടില്ലെന്നും പുരാവസ്തു ഗവേഷകർ പറയുന്നുണ്ട്. ഫിലിപ്പ് രണ്ടാമൻ രാജാവിൻ്റെ ഉത്തരവിൽ പണി കഴിപ്പിച്ച പാലസ് ഓഫ് ഐഗയ് ഒരു ബൃഹത്തായ ഒരു കെട്ടിട നിർമ്മാണ രീതിയാണ് അവലംബിച്ചിരിക്കുന്നത്. ഇവിടെ തിയേറ്റർ, ദേവാലയം, ലൈബ്രറി, ഒപ്പം 500-ലധികം കല്ലറകളും ഉൾപ്പെടുന്നുണ്ടെന്നും അതിലെ ഒരു വിശാലമായ ശവക്കല്ലറ ഫിലിപ്പ് രണ്ടാമൻ രാജാവിൻ്റെ ശവകുടീരമാണെന്നുള്ളതും കരുതപ്പെടുന്നുണ്ട്. നഗരത്തിൽ ഏതാണ്ട് 10% മാത്രമേ ഖനനം ചെയ്യപ്പെട്ടിട്ടുള്ളൂ. യൂറോപ്യൻ യൂണിയൻ്റെ സാമ്പത്തിക സഹായത്താൽ നിലവിൽ ഗ്രീസിൽ നവീകരിച്ചുകൊണ്ടിരിക്കുന്ന 800-ലധികം സ്മാരകങ്ങളിൽ ഒന്നാണ് ഐഗയ് കൊട്ടാരം. മധ്യ വലത് സർക്കാർ ഇത്തരം സാംസ്കാരിക സമ്പ്രദായ വ്യവസ്ഥയിൽ ധാരാളം നിക്ഷേപങ്ങൾ നടത്തുന്നതിനാൽ അതൊരു പ്രദേശത്തിൻ്റെ വളർച്ചയ്ക്ക് തന്നെ കാരണമാകുമെന്നാണ് എന്നും പ്രധാനമന്ത്രി കിറിയാക്കോസ് മിറ്റ്സോട്ടസിസ് പറയുന്നത്. മാസിഡോണിയയിലെ പാർത്തനോൺ എന്നാണ് പാലസ് ഓഫ് ഐഗയ് അറിയപ്പെടുന്നത്. ഓരോ വർഷവും ഏകദേശം 2.5 ലക്ഷം സഞ്ചാരികൾ ഇവിടെ സന്ദർശിക്കാൻ എത്താറുണ്ട്. പാലസ് ഓഫ് ഐഗയ് കൂടി സഞ്ചാരികളുടെ സന്ദർശന പട്ടികയിൽ ചേരുമ്പോൾ 2.5 ലക്ഷം എന്ന കണക്കിൽ ഇനിയും വർധനവുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ നേട്ടത്തിൽ തങ്ങൾക്ക് വളരെയധികം അഭിമാനമുണ്ട്.
സെൻട്രൽ മാസഡോണയിലെ നഗരമായ വെരിയയിലെ മേയർ കോൺസ്റ്റാന്റിനോസ് വെർജിയാനോസിസ് പറയുന്നതും ഇങ്ങനെയാണ്. ഒപ്പം പാലസ് ഓഫ് ഐഗൈ അതിമനോഹരമായ സ്ഥലമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ചരിത്രം എപ്പോഴും നമ്മുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒന്നാണ്. പാലസ് ഓഫ് ഐഗൈ മഹാനായ അലക്സാണ്ടറിൻ്റെ സാഹസികതയുടെയും ഒപ്പം ലോകം കീഴടക്കിയതിൻ്റെയുമൊക്കെ കഥകൾ ലോകത്തോട് സംസാരിക്കുന്ന സ്മാരകമാണ്. ചെറുതും സൈനിക നഗരവുമായ ഗ്രീസ് എന്ന രാജ്യത്തിൻ്റെ കഥകളിൽ പലതും ഇവിടെ നിന്നാണ് തുടക്കം കുറിച്ചത്. ഐഗൈ കൊട്ടാരത്തിൻ്റെ പുനർനിർമ്മാണം പാർഥനോൺ മാർബിളുകൾ പോലെ മഹത്തരമായ ചരിത്ര സ്മാരകങ്ങൾക്ക് അവയുടെ സ്വാഭാവിക ഭൂപ്രകൃതിയിലുള്ള പൂർണ്ണത, സമഗ്രത ഉണ്ടെന്ന് വീണ്ടും തെളിയിക്കുന്നതാണ്. ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ ആധുനിക ഗ്രീക്ക് രാഷ്ട്രീയം അതിൻ്റെ പുരാതന ഗ്രീക്ക് സംസ്കാരത്തിൻ്റെ സംരക്ഷണമാണെന്ന് തെളിയിക്കുകയാണ്. 5-ാം നൂറ്റാണ്ടിൻ്റെ ശില്പങ്ങൾ ഏഥൻസിൽ ഓരോ സ്ഥലത്തായി കാണുന്നുണ്ട്. ഏഥൻസിലെ അക്രോപോളിസിലെ അഥീന ദേവിയുടെ ക്ഷേത്രത്തിലുള്ള വ്യത്യസ്തങ്ങളായ മാർബിൾ വാസ്തുശില്പങ്ങളുടെ ശേഖരമാണ് പാർഥനോൺ ശില്പങ്ങൾ. പുരാതന ഗ്രീക്ക് ശില്പിയായ ഫിദിയാസും സഹായിയും ചേർന്നാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. ഈ സങ്കീർണ ശില്പങ്ങൾ ഗ്രീക്ക് പുരാണങ്ങൾ, മതപരമായ ചടങ്ങുകൾ, ചരിത്ര സംഭവങ്ങൾ എന്നിവയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നുണ്ട്. എന്നിരുന്നാലും പാർഥനോൺ നിർമ്മിക്കാനുള്ള തീരുമാനം കേവലം മതപരമായ ഒന്നായിരുന്നില്ല, മറിച്ച് ഏഥൻസ് നഗരത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്താവന കൂടിയായിരുന്നു അത്. 5-ാം നൂറ്റാണ്ടിൽ ഗ്രീക്ക് സാമ്രാജ്യം അതിൻ്റെ ഉന്നതിയിൽ നിൽക്കുമ്പോഴാണ് ഏഥൻസിൽ ഈ ക്ഷേത്രം നിർമ്മിച്ചത്. ഏഥൻസിൻ്റെ ശക്തി, സമ്പത്ത്, സാംസ്കാരിക നേട്ടങ്ങൾ എന്നിവയുടെ തെളിവാണ് ഇവ ആഘോഷിക്കപ്പെടുന്നത്. BC 447-നും 432-നും ഇടയിലാണ് ഇവ നിർമ്മിച്ചതെന്നാണ് അനുമാനം.